നമസ്കാരം, ദിയാസ് കിച്ചൻ എരുമ്പിലേക്ക് സ്വാഗതം. ഇപ്പം മാങ്ങ സീസണല്ലേ, മാങ്ങ ധാരാളം കിട്ടുന്നൊരു സമയമാണ്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ കൊണ്ടുള്ളൊരു ഒഴിച്ചുകറിയാണ്. ഈ ഒരു ഒഴിച്ചുകറി ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു കറി ഇല്ലയെന്നുണ്ടെങ്കിലും അച്ചാറോ മീൻ വറുത്തതോ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഊണ് കഴിക്കാൻ പറ്റും. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി മെയിനായിട്ട് ആവശ്യമുള്ളത് പച്ചമാങ്ങയാണ്. അത്യാവശ്യം പുളിയുള്ള 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഒരു പച്ചമാങ്ങ എടുത്താലും കുഴപ്പമില്ല. ഇതിൻ്റെ തോല് മാറ്റിയതിന് ശേഷം ഈ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കുക. അതായത് ഒത്തിരി ചെറുതാവാനും പാടില്ല, എന്നാലും ഒത്തിരി വലുതാകാനും പാടില്ല. ഒരു മീഡിയം വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മൺചട്ടിയിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒന്നുകിൽ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അരപ്പ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാകും. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇതിൽ മുളക് പൊടി ചേർക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണോ എരിവ് ആവശ്യമുള്ളത് അതനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കുറച്ചേറെ കരിവേപ്പില. ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, അതായത് ഒരു 1.5 മുതൽ 2 കപ്പ് വെള്ളം വരെ ചേർക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർക്കണേ. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കിയതിന് ശേഷം ലിഡ് അടച്ചിട്ട് പച്ചമാങ്ങ വേകാനായിട്ട് വയ്ക്കും. വേകാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല. മാക്സിമം ഒരു 10 മുതൽ 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ പച്ചമാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ലിഡ് അടയ്ക്കുമ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് കവറില്ല കേട്ടോ. ഒരു 3/4 ഭാഗം മാത്രമേ കവർ ചെയ്യൂ. ഇത്രയൊന്ന് ഓപ്പണായിട്ട് വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിളച്ച് തൂക്കി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ പച്ചമാങ്ങ നമ്മൾ വേഗം വയ്ക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ചിലപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏതാണ്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. പച്ചമാങ്ങ ഒരു 1/4 വേവായിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടണം. അതായത് ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് പാകത്തിന് കുക്കായി കിട്ടും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പച്ചമാങ്ങ വേകുന്ന സമയത്ത് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ഒരു ജാറിലോട്ട് കുറച്ച് നാളികേരം ചേർക്കാം. ഒരു 1/4 മുതൽ 1 കപ്പ് നാളികേരം വരെ ചേർക്കാം. നമ്മളിതിൽ തൈര് ചേർക്കില്ല, അതുകൊണ്ട് തന്നെ നാളികേരം കുറച്ചധികം ചേർക്കണേ. അതായത് ഇപ്പോൾ ഞാൻ അറൗണ്ട് ഒരു 1 കപ്പ് ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളകും കൂടി ചേർക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഒരെണ്ണം ചേർക്കുന്നുണ്ട്. 1 മുതൽ 2 വരെ ചേർക്കാം. ഇനി ഇതിൽ മെയിനായിട്ട് ചേർക്കുന്നത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഒരു 3 എണ്ണം ചേർക്കണം. ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് ഈ ഒരു ഒഴിച്ചുകറി കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടുക. ഇനി വെളുത്തുള്ളി വേണമെങ്കിൽ ഒരു 2 അല്ലി ചേർക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. വെളുത്തുള്ളി ചേർക്കുമ്പോൾ കൂടി പോയരുത്. വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 മുതൽ 1 എണ്ണം വരെ ചേർക്കാം. ഇതുപോലെ ചെറുതാണെങ്കിൽ 2 മുതൽ 3 വരെ ചേർക്കാം. ഈ ചെറിയ സ്പൂണ് നല്ല ജീരകം. ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. നമ്മൾ നേരത്തെ പച്ചമാങ്ങ വേഗം വെച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ലിഡ് തുറന്നപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. അതായത് ഇതിൽ ചേർത്ത ആ ഒരു ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയും മണമാണ്. ഇതുപോലെ ഒട്ടും തരിയൊന്നും ഇല്ലാതെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതിൽ അരച്ചെടുക്കുമ്പോൾ മസ്റ്റായിട്ട് ചേർക്കേണ്ട 2 കാര്യങ്ങളാണ് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും. ഇവ രണ്ടും ചേർത്താൽ മാത്രമേ ഒഴിച്ചുകറി വളരെ ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ പച്ചമാങ്ങ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. അങ്ങനെ പച്ചമാങ്ങ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. എല്ലാം ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 പീസസും ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഗ്രേവിക്ക് കുറച്ചും കൂടി ഒന്ന് തിക്നെസ് കിട്ടാനായിട്ടാണ്. കാരണം ഇതിൽ നമ്മൾ തൈര് ചേർക്കില്ല. ആ ഒരു നമ്മൾ നാളികേരം അരച്ചൊരു പേസ്റ്റാണ് ഇനി ചേർക്കുന്നത്. അപ്പം ഇതുപോലെ നമ്മളൊന്നിങ്ങനെ ഉടച്ചും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേവിക്ക് കുറച്ചും കൂടി ഒരു തിക്നെസ് കിട്ടും. അങ്ങനെ ഞാൻ കുറച്ച് പീസസ് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ എടുക്കുന്ന പച്ചമാങ്ങ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എല്ലാ പീസസും ഉടച്ചെടുത്തിട്ടില്ല. ഇതുപോലെ കുറച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് സിമ്മിലാക്കിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഒരു നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകി കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ സമയം നമ്മൾ ഉപ്പ് നോക്കിയാൽ ചിലപ്പോൾ ഉപ്പ് കറക്റ്റ് അറിയാൻ പറ്റില്ല. ഒന്ന് തിള വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം തീരെ സിമ്മിലാട്ടോ വെച്ചേക്കുന്നത്. ഇനി ഇതൊരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതായത് നമ്മൾ ചേർത്ത അരപ്പിൻ്റെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം 2 മിനിറ്റ് മതിയാകും. ഒരു ചെറുതായിട്ടൊരു തിള വന്ന് തുടങ്ങുന്ന ഒരു സമയം വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ലിഡ് ഇതുപോലെയാണ് അടയ്ക്കുന്നത്, മറന്നു പോകല്ലേ.
അടച്ച് വെച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. കൂടി പോകരുത്. ഇത് ഒത്തിരി അങ്ങ് തിളച്ച് പോയി കഴിഞ്ഞാൽ ആ ഒരു കറിയുടെ സ്വാദ് തന്നെ മാറിപ്പോവും. അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് തിള വന്ന് തുടങ്ങുന്ന ഒരു സമയം മതിയാവും. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ചൊരു കുറവുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചും കൂടി ചേർക്കണം. താളിച്ചും കൂടി ചേർത്താൽ മാത്രമേ ഒഴിച്ചുകറി കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇതിനായി പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ. ഉലുവയുടെ വീഡിയോ സ്കിപ്പായതാണ്. കടുക് പൊട്ടണം, ഉലുവ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം കുറച്ച് വറ്റൽമുളക്. ഇതിൽ താളിക്കുമ്പോഴും ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട്. ഒരു 2 മുതൽ 3 ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നത് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ താളിക്കുമ്പോൾ മസ്റ്റായിട്ട് ചേർക്കേണ്ടതാണ് ചെറിയ ഉള്ളി. അപ്പോൾ ചെറിയ ഉള്ളിയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറണം. അതുപോലെ തന്നെ ഉലുവ ചേർക്കാനും മറക്കരുത്. ഒന്നുകിൽ ഉലുവ ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. താളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കുക. അതിനുശേഷം ഒരു നുള്ള് മുളക് പൊടി കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു കറിക്ക് കുറച്ചും കൂടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷനിലാണ്. ഇനി ചൂടോടെ തന്നെ നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ലിഡ് അടച്ചതിന് ശേഷം ഒരു 5 മുതൽ 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട്. ലിഡ് ഓപ്പണാക്കി നോക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അതായത് നമ്മൾ താളിക്കുമ്പോൾ ചേർത്ത ഒരു ചെറിയുള്ളിയുടെ മണമാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. പച്ചമാങ്ങ ധാരാളം കിട്ടുന്നൊരു സമയമാണ്. ഇപ്പോൾ ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു കറി ഇല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു ഒഴിച്ചുകറിയും പിന്നെ മീൻ വറുത്തതോ അല്ലെങ്കിൽ തോരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഊണ് കഴിക്കാൻ പറ്റും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. പറ്റുന്ന പോലെ സന്തോഷിച്ചിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണും. താങ്ക് യു.